നമുക്ക് ബി.ജെ.പിയുടെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ബി.ജെ.പിയുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് ഇത്തവണ 10,000-ൽ പരം വോട്ട് പിടിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നത് ഗുണം ചെയ്തു. കാരണം നിലമ്പൂരിലൊരു രാഷ്ട്രീയ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ബി.ജെ.പി നടത്തിയത്. മുൻകാലങ്ങളിൽ BDJS-ഉം മറ്റ് ബി.ജെ.പി സ്ഥാനാർത്ഥികളും ഒക്കെ മത്സരിച്ചെടുത്ത് ഇത്തവണ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നു, മോഹൻ ജോർജ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു പുതിയ പരീക്ഷണം നടത്തി. ആ പരീക്ഷണം ഗുണം ചെയ്തു എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ രാഷ്ട്രീയ ഗുണത്തിനും അപ്പുറം ഇത്തരമൊരു പരീക്ഷണം ഭാവിയിൽ കേരളത്തിലെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഗുണപ്പെടും. ഏതാണ് ബി.ജെ.പിയുടെ ഈ കണക്കിൻ്റെ അടിസ്ഥാനം. ഒപ്പം തന്നെ പാർട്ടി വോട്ടുകളിലൊന്നും ഒരു ചോർച്ച വന്നിട്ടില്ല എന്ന കണക്കെടുപ്പും ബി.ജെ.പി നടത്തുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് 10,000-ൽ പരം വോട്ടുകൾ പിടിക്കുന്നു, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നത് ഗുണം ചെയ്തു, പാർട്ടി വോട്ടുകൾ ചോർന്നിട്ടില്ല. ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് ഇതേ രീതിയിൽ തന്നെ തുണയ്ക്കുമോ എന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. 12,000-ൽ പരം വോട്ടുകൾ പിടിച്ച ബി.ജെ.പി പിന്നീട് NDA മുന്നണിയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ 8,000-ൽ പരം വോട്ടുകൾ മാത്രം നേടാനായത്. ഇത്തവണ അത് വീണ്ടും ഉയർത്തുമെന്ന അവകാശവാദമാണ് ഉള്ളത്. പക്ഷേ ആ വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇടതു വലത് കേന്ദ്രങ്ങൾക്കുണ്ട്. സ്വാഭാവികമായും ആ ഒരു പ്രതിഫലനം വരുന്ന തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായാൽ അത് അൻവറിന് സമാനമായ മറ്റൊരു ഫാക്ടർ കൂടിയായി മാറും. അതായത് ബി.ജെ.പി വോട്ടുകളുടെ ചോർച്ച. ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചും ഇത് നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അരുൺ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. കാരണം ബി.ജെ.പിക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ രാഷ്ട്രീയ ദൗത്യമായിരുന്നു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും സംശയിച്ചയാളാണ് ബി.ജെ.പി അധ്യക്ഷൻ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒടുവിൽ മത്സരിക്കാൻ തീരുമാനമെടുക്കുന്നു, ക്യാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചു, ഒരു ക്രിസ്ത്യൻ ക്യാൻഡിഡേറ്റിനെ കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വോട്ട് ചോർച്ച ഉണ്ടായാൽ ബി.ജെ.പിയുടെ ജയപരാജയത്തിനുമപ്പുറം അത് സ്വാഭാവികമായി നേതൃത്വത്തിനുള്ള ആ രാഷ്ട്രീയ പരീക്ഷണം കൂടിയായത് മാറുന്നു എന്നൊരു ഘടകം കൂടിയില്ലേ അരുൺ? ബി.ജെ.പി എത്രത്തോളം ഗൗരവത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ കണ്ടെന്ന കാര്യം സംശയമുണ്ട് സഹിത്ത്. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന മുന്നണിയാണ് ബി.ജെ.പി. അത് ആരാണ് എന്ന കാര്യത്തിൽ BDJS വേണമോ ബി.ജെ.പി മത്സരിക്കണമോ എന്ന കാര്യത്തിലൊക്കെ വലിയ തർക്കവും അനിശ്ചിതത്വവും ഒക്കെ ഉണ്ടായിരുന്നു. BDJS സീറ്റിലെടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് മാത്രം ബി.ജെ.പി സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയായിരുന്നു. അതും ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്ത് പാർട്ടി അംഗമാക്കുക എന്നുള്ള തീർത്തും അപൂർവമായ ഒരു നടപടി ബി.ജെ.പിയുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ്. ഇതൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് തന്നെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കേണ്ട കാര്യമില്ലെന്ന് അധ്യക്ഷൻ തുറന്നു പറഞ്ഞ ശേഷമാണ് അവർ മത്സരിക്കാൻ ഇറങ്ങിയത്. പേരിന് ബി.ജെ.പിയുടെ മത്സരിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അവരുടെ പ്രചരണ രീതി അതുപോലെയായിരുന്നു. എല്ലായിടത്തും അവർ എത്തിയില്ല. അവരുടെ ചില പോക്കറ്റുകൾ മാത്രം. കഴിഞ്ഞ തവണത്തെ 8,000 വോട്ട് അവർ പിടിക്കുമോ എന്നത് പിടിച്ചാൽ അവർക്കതൊരു നേട്ടമായി പറയാം. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ ബി.ജെ.പി വോട്ട് ഷെയർ ഉയർത്താൻ പോകുന്നില്ല. ജയിക്കുമെന്ന അവകാശവാദവും ഒക്കെ ഈ PV Anwar പറഞ്ഞേക്കാൾ മറ്റെന്തോ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അവർ എന്ന് ഉറപ്പാണ്. ബി.ജെ.പി ഒരുപക്ഷെ PV Anwarേക്കാൾ കുറച്ച് വോട്ട് പിടിക്കാനാണ് സാധ്യത ഇവിടുത്തെ അവരുടെ പ്രവർത്തന രീതിയൊക്കെ കാണുമ്പോൾ. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ബി.ജെ.പി 10,000 വോട്ടെങ്കിലും പിടിച്ചാൽ അത് വലിയ നേട്ടമായി അവർക്ക് ആഘോഷിക്കാൻ കഴിയുന്നതാണ്. ബി.ജെ.പിയുടെ രാഷ്ട്രീയ നേതൃത്വത്തെ അവരുടെ സംസ്ഥാന നേതാക്കളെ ഒന്നും ഇത് അതിന് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് അനാവശ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അവരുടെ ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുണ്ടാകുന്ന ഒരു വോട്ട് വിഹിതമോ അല്ലെങ്കിൽ വോട്ട് ചോർച്ചയോ ഒന്നും ബി.ജെ.പിയുടെ സംഘടനാ തലത്തിൽ അവരെ ബാധിക്കുമെന്ന് കരുതാൻ വയ്യ. യെസ്, എന്തായാലും ബി.ജെ.പിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ അവിടെ മികച്ച പ്രകടനം നടത്താനായെങ്കിൽ അത് മികച്ച നേട്ടമാണ്. ഒപ്പം തന്നെ പുതിയ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നത് അത് സ്വാഭാവികമായും ആ തരത്തിൽ ഭാവിയിലേക്കുള്ള ബി.ജെ.പിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഗുണപ്പെടുമോ എന്നതും തെളിയിക്കപ്പെടണം. എന്തായാലും നിലമ്പൂർ വിധി എഴുതി കഴിഞ്ഞു. 23 വരെ ചുരുങ്ങിയ ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. തിങ്കളാഴ്ച നമുക്ക് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്നറിയാം. വരുന്ന 9 മാസത്തേക്ക് നിലമ്പൂരുകാർ തെരഞ്ഞെടുക്കുന്ന അവരുടെ ജനപ്രതിനിധി ആരെ എന്ന കാര്യത്തിലും വ്യക്തതയുണ്ടാവും. പക്ഷേ ഓർക്കുക, ഇത് നിലമ്പൂരിൻ്റെ മാത്രം ജനവിധിയായിരിക്കില്ല. കേരളത്തിൽ വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥത്തിലുള്ള സെമി ഫൈനലായിരുന്നു നടന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം ആ തരത്തിൽ കൂടി നിർണായകമാണ്. ആര് വീഴും ആര് വാഴുമെന്ന പ്രസക്തമായ ചോദ്യം കാത്തിരിക്കുന്നു. 23 വരെ നമുക്ക് കാത്തിരിക്കാം.